എത്ര വലിയ പ്രശ്നം വന്നാലും ആവനിയുടെ കൂടെ ഒരു ബാക്ക് ബോൺ ആയി ഞാൻ കൂടെ നിൽക്കും. താനന്ന് ചെരുപ്പ് കൊണ്ട് അയാളെ അടുപ്പിച്ചതിന് ശേഷം ഇവളുടെ ലൈഫ് ആകെ പ്രശ്നത്തിലായി. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. ആ ഒരു സങ്കടം എനിക്കും ഉണ്ടടോ. അതുകൊണ്ടാ ആവനിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തത്. താങ്ക് യു സർ. തിരിച്ച് നാട്ടിലെത്തിയ ശേഷം അവന്മാർ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കാം. യു ഡോണ്ട് വറി. ഓക്കെ സർ, ഞാനെന്നാ പോയിട്ട് വരാം. ബൈ അവനി, ശ്രദ്ധിക്കേ. ആവനി, താൻ ചേച്ചിയോട് സംസാരിച്ചില്ലേ? ഇപ്പൊ സമാധാനമായോ? എവിടെ നിന്ന് എന്ത് പ്രശ്നം വന്നാലും എന്റെ ചേച്ചിയുടെയും സൗമ്യയുടെയും കൂടെ നിൽക്കാൻ പറ്റണം. ആ സമയം വരുമ്പോ എല്ലാം താൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കും. രണ്ട് വിഷയങ്ങൾ എന്നെ നന്നായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒന്ന്, ആവനിയെ ഇനിയും കൈ കിട്ടാത്തത്. രണ്ട്, ആ നാറി നരസിംഹം എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് രക്ഷപ്പെട്ടത്. ഞാൻ കൊടുത്ത പൈസയുടെ മേളിൽ അവന്റെ പേരെഴുതിയിട്ടുണ്ടാകും. പക്ഷേ ഈ ഗണ്ണിലെ ബുള്ളറ്റുകളിൽ ഒന്നിൽ അവന്റെ പേരെഴുതിയിട്ടുണ്ടാവുമെന്ന് കരുതിയില്ല. ഇത്ര വർഷങ്ങൾക്കുള്ളിൽ ഞാൻ എവിടെയെങ്കിലും തോറ്റെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതിവിടെയാ. അപ്പോഴേ തോറ്റോന്ന് എന്തിനാ സുരേന്ദ്രൻ നീ കരുതുന്നേ? അങ്ങനെ തോന്നുന്നുണ്ട് എനിക്ക്. നീയൊക്കെ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. എന്നിട്ട് ആവനി ഒന്ന് കൊണ്ടുവരാൻ പോലും നിനക്കൊന്നും പറ്റിയില്ല. അത് ഞാൻ തോറ്റതിന് തുല്യം തന്നെയാടാ. എടാ, നിന്റെ ഡാഡി വരുന്നുണ്ടാ? വരൂ ഡാഡി. എന്താ ഇവിടെ പണി? ഞങ്ങളൊന്ന് മീറ്റ് ചെയ്താ. ഈ പെണ്ണ് നിന്നെ ചെരിപ്പൂരി അടിക്കുന്ന വീഡിയോ സിറ്റി മുതൽ സെൻട്രൽ വരെ എത്തി. അതുപോലെ വൈറലായി. കൂടെയുള്ള പൊളിറ്റീഷ്യൻസ് നിന്നെ കുറിച്ച് ചീത്തയായിട്ട് സംസാരിക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ഒരു പോലീസുകാരൻ തന്റെ മോനെ പോലീസാക്കാൻ ആഗ്രഹിക്കും. ഒരു ഡോക്ടർ തന്റെ മോനെ ഡോക്ടറാക്കണമെന്ന് ആഗ്രഹിക്കും. അതുപോലെ ഒരു പൊളിറ്റീഷ്യൻ തന്റെ മോനെ പൊളിറ്റീഷ്യൻ ആക്കാൻ ആഗ്രഹിക്കും. ഇങ്ങനെയുള്ള തൊട്ടിത്തരങ്ങളൊക്കെ നിർത്തിയിട്ട് പൊളിറ്റിക്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേ. നീ രാഷ്ട്രീയത്തിലേക്ക് ഫോക്കസ് ചെയ്താലേ ഫ്യൂച്ചറിൽ നിനക്കൊരു സ്പോട്ട്ലൈറ്റ് കിട്ടൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാച്ചിനെ പുറകെ നിർത്തിയിട്ട് കരിയർ എന്നേക്കോ നശിച്ചു പോവും. ഡാഡി അങ്ങനെ പലതും പറയും. പക്ഷേ നമ്മുടെ പ്രയത്നത്തിൽ നിന്ന് നമ്മൾ പിന്മാറാൻ പാടില്ല. ആവനി ഏത് രാജ്യത്താണെങ്കിലും ശരി, അവളെ വിടരുത്. അവളെ എനിക്ക് വേണം. എന്റെ റിവെഞ്ച് തീരരുത്.
ആവനി, ഇത് പിടിക്ക്. ഇതൊക്കെ എന്തിനാ ശ്രീകർ? ഇപ്പൊ ചിലപ്പോ നമുക്ക് സങ്കടം ഉണ്ടായിരിക്കും, ബട്ട് സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മൾ രണ്ടുപേർക്കും ബീച്ചിലിരുന്ന് ഐസ്ക്രീം കഴിച്ച കാര്യം ഓർമ്മയിൽ വരും. ലൈഫിൽ ഏറ്റവും മൂല്യമുള്ളത് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാ. ഇത് വാങ്ങിക്കേ. അയ്യോ, അമ്മയ്ക്ക് ഫോൺ ചെയ്യാൻ മറന്നുപോയി. ഇനിയിപ്പോ എന്താണാവോ? ഹലോ, എന്റെ പേര് വേദവതി എന്നാണേ. എന്റെ മോൻ മിസ്റ്റർ ശ്രീകറെ ചെന്നൈയിലെത്തിയപ്പോ അവന്റെ അമ്മയെ മറന്നുപോയി സർ. ബുദ്ധിമുട്ടാവില്ലേ സാറിന് ശ്രീകരനെ ഒന്ന് വിളിക്കാവോ? ആ സാറേ, ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക. ദയവേത് ആ ഫോൺ ഒന്ന് കൊടുക്കാവോ? ആ, ഇനിയും ചിലപ്പോ സ്വിച്ച് ഓഫ് ആവും കേട്ടോ, ശ്രദ്ധിച്ചു. സോറി അമ്മേ, മീറ്റിംഗ് ആയതുകൊണ്ട് കട്ട് ചെയ്തത്. അത് കഴിഞ്ഞപ്പോ ഫോണ് താഴെ വീണ് സ്വിച്ച് ഓഫ് ആയിപ്പോയി. ചാർജ് ചെയ്തിട്ട് വിളിക്കാന്ന് കരുതി, പക്ഷെ ഞാൻ മറന്നുപോയി അമ്മേ. നീ മറന്നു പോവുന്നേ, പിന്നെ മറക്കാതിരിക്കോ? അമ്മ എന്ന് പറഞ്ഞ എല്ലാവരുടെയും താഴെയല്ലേ? അമ്മേ, അങ്ങനെയൊന്നും പറയണ്ട പ്ലീസ് അമ്മേ. നീ എപ്പോഴാ വരുന്നേ? വ്യാഴാഴ്ച എത്തും. അപ്പൊ നീ നാളെ വരുന്നില്ല? മീറ്റിംഗ് കഴിഞ്ഞ അപ്പ് വരും അമ്മേ. എന്തു പറ്റി? എന്തെങ്കിലും അർജന്റ് കാര്യമുണ്ടോ? അതെ. എന്താ അമ്മേ പറ. നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയണം. എന്താ അമ്മേ? അതെന്താണെന്ന് അത് ഫോണിലൊന്നും പറയാൻ പറ്റില്ല. നിന്നെ നേരിട്ട് കാണുമ്പോ പറയുന്നതായിരിക്കും അതിന്റെ ഒരു ശരി. നീ ഒന്ന് പെട്ടെന്ന് തന്നെ വാ. എന്താ അമ്മേ, നല്ല സന്തോഷത്തിലാണല്ലോ. അത്രയ്ക്കും പ്രധാനപ്പെട്ട കാര്യം എന്താ? നീ വന്നിട്ട് പറഞ്ഞോളാം ഞാൻ. ശരി അമ്മേ. അമ്മ ഇനി എന്ത് തീരുമാനം എടുത്താലും അത് എന്റെ നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി തന്നെയായിരിക്കും. എനിക്ക് അറിയുന്ന കാര്യമല്ലേ അമ്മേ. എന്നെ നിനക്ക് ഒരുപാട് വിശ്വാസം ഉള്ളതുകൊണ്ട് നിന്റെ കാര്യത്തില് എന്ത് തീരുമാനം തന്നെയാണ് ഈ അമ്മയ്ക്ക് ധൈര്യമായിട്ട് എടുക്കാൻ കഴിയും. അമ്മേ, ഞാനും നീയൊരു മിനിറ്റ്. മിണ്ടാത്തതെന്താ പറ. അമ്മേ, എനിക്കും അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? അതെന്താന്ന് വെച്ചാ. എന്താ നിനക്ക് പറയാനൊരു ബുദ്ധിമുട്ട്? പറയൂ ശ്രീ. ഞാനും അങ്ങോട്ടേക്ക് എത്തിയിട്ട് പറയാമേ. എന്താടാ ഇത്രയും സസ്പെൻസ് ആണോ? അമ്മയോട് നേരിട്ട് പറയുന്നതാ അതിന്റെ ശരി. ശരി, എന്നാ പെട്ടെന്ന് വരാൻ വേണ്ടി പ്രയത്നിക്ക്. ശരി അമ്മേ. എന്നാ ശരി. ഹായ്ഡാ. ഹായ്. എന്താടാ, എന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഫ്രീ ആകുമ്പോ കോൾ ചെയ്യാൻ നീയല്ലേ പറഞ്ഞേ, അതുകൊണ്ടാ വിളിച്ചേ. ഓ, അതവിടെ നിൽക്കട്ടെ. അവളെവിടെ? ദാ അവിടെ. ഫോൺ എടുക്കുന്നവരെ അവനോട് ശുഭകാര്യം പറയണം എന്ന് പറഞ്ഞു. ഫോൺ എടുത്തപ്പോ കാര്യം പറഞ്ഞതുമില്ല. എന്തു പറ്റി വേദ? എന്താ അങ്ങനെ ചെയ്തേ? എത്ര നാളത്തെ എന്റെ സ്വപ്ന. അങ്ങനെ ഫോണിൽ പറഞ്ഞ അതിന്റെ സന്തോഷം എത്രയുണ്ടാവും? നമ്മൾ ആഗ്രഹിച്ച പോലെ ജാതകം ചേരുന്നൊരു പെൺകുട്ടി അവള് വരാൻ പോകുന്നെന്ന് പറയുന്ന സമയത്ത് ശ്രീകരന്റെ കണ്ണുകളിലെ നിറയുന്ന ആ ആനന്ദം അതെനിക്ക് നേരിട്ട് കാണണം. ഇതുപോലുള്ള അത്ഭുതകരമായ നിമിഷത്തിന് വേണ്ടി കുറച്ച് കാത്തിരിക്കണമെന്ന് ഓർത്തപ്പോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. എന്തായാലും ഞാൻ പറഞ്ഞതൊരിക്കലും എന്റെ മോൻ വേണ്ടെന്ന് വെക്കില്ല. നീ ഒരുപാട് ലേറ്റ് ആക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു ശ്രീകർ. ഈ സമയം കൊണ്ട് ആവനിയുടെ കാര്യം നിനക്ക് അമ്മയോട് പറയായിരുന്നു. ഫോണിൽ പറഞ്ഞ അമ്മ അതെങ്ങനെ എടുക്കുന്ന അറിയില്ല. നേരിട്ട് മുന്നിൽ ചെന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സ് മാറാൻ സാധ്യതയുണ്ട്. ജാതകത്തിനെ പറ്റി എന്തെങ്കിലും മനസ്സിലാക്കിയോ? ഇല്ലടാ. ലൈഫുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇത്ര സില്ലി ആവുന്ന എന്താടാ? ചോദിക്കാൻ അതിനെ പറ്റി ഒരു അവസരം ഉണ്ടാവണ്ടടാ. ഏയ് ബ്രോ,
കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ തന്നെ അവസരം ഉണ്ടാക്കിയെടുക്കണം. ഒരു കാര്യം ചെയ്, നാളെ അവളെ ദുർഗാകുടിക്ക് കൊണ്ടുപോവാ. അവിടെ വെച്ച് എങ്ങനെയെങ്കിലും ചോദിച്ചു നോക്കാം. ഓക്കെ ആണോ? ശരിയടാ, നീയും കൂടെ ഉള്ളപ്പോൾ ചോദിക്കാം. അപ്പം നിന്റെ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. യു ഡോണ്ട് വറി. 10 മണിക്ക് ഞാൻ അവിടെ ഉണ്ടാവും. അവളെയും കൊണ്ടുപോവാ. ഓക്കെ? ഞങ്ങളുടെ ഫ്യൂച്ചറിനെ എന്താവൂ എന്തോ. നോക്ക്, ശ്രീയുടെ കല്യാണം സിറ്റിയിൽ നടത്തുന്നതിനേക്കാൾ നാട്ടിൽ വെച്ച് നടത്തുന്നതല്ലേ നല്ലത്? ആ, ആലോചിക്കാം. പെണ്ണിനെ കാണാതെ ഇപ്പോഴേ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുന്ന എന്തിനാമേ? ഭക്ഷണം കഴിഞ്ഞിട്ട് പെണ്ണിന്റെ വീട്ടുകാർക്ക് ഫോൺ ചെയ്ത് ഞാനും നിന്റെ അച്ഛനും കൂടി കുട്ടിയെ കാണാൻ പോവാ. വസന്തേ, ആ ഫോൺ എടുത്തിട്ട് വാ. ഭക്ഷണം കഴിച്ചിട്ട് സംസാരിച്ച പോരെ? പണിക്കരാവോ ഏട്ടാ, വേഗം ഫോൺ എടുത്തിട്ട് വന്നേ. മകന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞ പോലത്തെ സന്തോഷത്തിലാണല്ലോ അമ്മേ. രാജാക്കന്മാർക്ക് രാജ്യം കീഴടക്കുമ്പോ എത്രത്തോളം സന്തോഷം ഉണ്ടാവുമോ, നിങ്ങളും ഇപ്പൊ അത്ര സന്തോഷത്തിലാ ഉള്ളത്. രാജ്യങ്ങൾ കീഴടക്കുമ്പോ രാജാവിന് മാത്രമാണ് സന്തോഷം. ശ്രീയുടെ കല്യാണം നടന്ന ഇവിടെ 16 ഗ്രാമങ്ങൾക്കും അതൊരു വരമാ. അതുകൊണ്ടാ എനിക്ക് ഇത്രയധികം സന്തോഷം. പണിക്കരല്ലല്ലോ ഇത്, പിന്നെ ആരായിരിക്കും? നമസ്കാരം അമ്മേ, ഞാൻ ലോകനാഥനാണ്. പണിക്കര് നിങ്ങളോട് വന്ന് പറഞ്ഞിരുന്ന ആ പെണ്ണിന്റെ അച്ഛനാണ്. നിങ്ങളായിരുന്നോ? നമസ്കാരം സർ. പെണ്ണിന്റെ വീട്ടുകാരാ. ഓ, പറഞ്ഞോളൂ. ഞങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ മോളെക്കുറിച്ചും പണിക്കര് നിങ്ങളോട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളെ ഫോൺ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വിളിക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷെ കുറെ നേരമായി ഞങ്ങളുടെ ശ്രീയോട് ഇത് പറയാനുള്ള സമയം നോക്കി കുറച്ച് താമസം വന്നു. അത് കുഴപ്പമില്ല. മകനോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നോ? അവനിങ്ങോട്ട് വന്നിട്ട് പറയാന്ന് വിചാരിച്ചു. അതെ, ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. എന്നാ. നമസ്കാരം മാഡം, ഞാൻ അവളുടെ അമ്മ തുളസിയാണ്. സുഖല്ലേ? സുഖായിരിക്കുന്നു. അവളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾ കണ്ടിരുന്നു. ജാതകായാലും മോളെയായാലും എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങളുടെ മോൻ അവിടുന്ന് ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഞാനും അവന്റെ അച്ഛനും വന്ന് നിങ്ങളോട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാം. തീർച്ചയായും ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ കാത്തിരിക്കും. അങ്ങനെയാവട്ടെ. ഈ കല്യാണം നടക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എന്റെ തീരുമാനം അവന്റെയും തീരുമാനം. അവനും സമ്മതായിരിക്കും. നിശ്ചയാർത്ഥത്തിന് നാളത്തെ മുഹൂർത്തം നല്ലതാണെന്ന് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് തയ്യാറെടുപ്പ് തുടങ്ങാം. ഞങ്ങൾ വന്നിട്ട് സംസാരിക്കാം. അങ്ങനെ ആയിക്കോട്ടെ. അതെ, വേദവതി പറയുന്ന വെച്ച് നോക്കുമ്പോ നമ്മളുടെ മകൾ ഉറപ്പായിട്ടും ആ വീട്ടിലെ മരുമകളായി ചെല്ലും. ഒന്ന് വേഗം കഴിക്ക് പോവണ്ടേ? നിങ്ങളിപ്പോ അവർക്ക് പ്രതീക്ഷ കൊടുത്തു. അവരിപ്പോ ഇത് നടക്കുമെന്നും കരുതും. നാളെ ശ്രീകർ വന്ന് സിമ്പിളായിട്ട് നോന്ന് പറഞ്ഞ തിരസ്കരിക്കാനും എതിര് പറയാനും നിനക്കാവുമായിരിക്കും. ഇന്ന് ശ്രീകർ ചെയ്യില്ല. അതാ ഞാൻ അത്ര വിശ്വാസത്തോടെ പറഞ്ഞത്. ചില കാര്യങ്ങളിൽ നല്ല വിശ്വാസമുള്ളവരും വലിയ ചതികൾ കാണിക്കും അമ്മേ. എന്തായാലും നല്ലത് അവൻ വരുന്നവരെ നിങ്ങൾ ഒരു പ്രോമിസും കൊടുക്കണ്ട. ഈ അമ്മയെ ചതിക്കാനോ എന്റെ വാക്കുകളെ ധിക്കരിക്കാനോ ശ്രീ എന്റെ ശത്രുവല്ലല്ലോ മോനെ. ഇപ്പൊ എല്ലാവരും നമ്മുടെ കൂട്ടത്തിലാണെങ്കിലും ആരെപ്പ കളം മാറ്റി ചവിട്ടുന്ന് നമുക്കറിയില്ലല്ലോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോനെ എനിക്ക് നല്ല വിശ്വാസ. ഈ പ്രശ്നമൊക്കെ എന്തിനാ? ഞങ്ങളുടെ കല്യാണം നടത്തിയ പോരെ? നിന്റെയും എന്റെയും ഒരേ ജാതകമായിരുന്നെങ്കിൽ ഇത്രയധികം കാത്തിരിക്കണോ? എത്ര വേഗം നടത്തായിരുന്നു. നമ്മുടെ വീട്ടിലെ ദീപമല്ലേന്ന് കരുതി മുത്തം കൊടുത്താ മുഖം പൊള്ളാതെ ഇരിക്കില്ലല്ലോ അമ്മേ. അവനോടൊന്ന് ചോദിക്കുന്നതല്ലേ നല്ലത്. വേദ, എന്തിനാ ഈ തർക്കം? ശ്രീയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞേക്ക്. ശരിയേട്ടാ, നമുക്ക് അവിടുന്ന് വന്നിട്ട് പറയാം. ആദ്യം എന്തായാലും ഒന്ന് പോയി നോക്കാം. വേഗം കഴിക്കാൻ നോക്ക്. സ്വന്തം അഭിപ്രായം മാത്രം നോക്കി അവസാനം എന്താവോ ആവോ.
നമുക്ക് ടെൻഷൻ ഉള്ളപ്പോഴും വേറെ സ്ഥലങ്ങളിലേക്ക് മാറി കിടക്കുമ്പോഴും അത്ര പെട്ടെന്ന് ഉറക്കം വരില്ല എന്ന് കരുതി ഉറങ്ങാതെ താൻ എത്ര നേരം ആലോചിച്ചിരിക്കാൻ പോന്നേ? ഉറങ്ങാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കൂ. സോറി, എനിക്ക് തോന്നിയത് പെട്ടെന്ന് പറഞ്ഞെന്നല്ലാതെ ഈ പ്രശ്നത്തിന്റെ കാര്യം ഞാൻ ആലോചിച്ചില്ല. ഇപ്പോഴാ മനസ്സിലായത്. ഞാൻ ദേ ആ ചെയറിൽ കിടക്കാം, താൻ ഇവിടെ ബെഡിൽ കിടന്നു. അയ്യോ വേണ്ട ശ്രീ, നിങ്ങൾ ഈ കട്ടിലേ കിടന്നോളൂ, ഞാൻ താഴെ കിടന്ന് ഉറങ്ങിക്കോളാം. അതൊന്നും പ്രശ്നമില്ല. താൻ ടെൻഷനൊന്നും അടിക്കാതെ വേഗം ഉറങ്ങിക്കോ. നിങ്ങൾ വെറുതെ എന്തിനാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? എനിക്കിതൊക്കെ ശീലമുള്ള കാര്യങ്ങളാ. ഞാൻ താഴെ കിടന്നോളാം ശ്രീകർ. താൻ ഇവിടെ നിലത്ത് കിടക്കുന്നതേ എനിക്കിഷ്ടമല്ല. ഒരു കാര്യം ചെയ്യാം, താനൊന്ന് ഇങ്ങോട്ടേക്ക് മാറി നിന്നേ. ഇതല്ലേ ഏറ്റവും നല്ല സൊല്യൂഷൻ. ഇനി ഒരു ടെൻഷനും അടിക്കാതെ റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങിക്കോ. നാളത്തെ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഗുഡ് നൈറ്റ് ആവനി. ഗുഡ് നൈറ്റ്. നാളിതുവരെയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു പരിചയമോ ഇതുപോലൊരു പ്രയാണമോ ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പൊ ശ്രീകരന്റെ അടുത്ത് എങ്ങനെ നിന്നു പോയത്? ഞങ്ങൾക്കിടയിലെ ബന്ധം എങ്ങനെയായതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്?